നമ്മുടെ ഭൂമി ഒരാളുടെ ഫണങ്ങൾക്കുമേൽ താങ്ങി നിർത്തുകയാണെങ്കിൽ അത് അനന്തശേഷനാഗനായിരിക്കും. അനന്തശേഷനാഗത്തിന് 1000 ഫണങ്ങൾ ഉണ്ടെന്നാണ് സങ്കല്പം. ഓരോ ഫണത്തിലും പ്രപഞ്ചത്തിന്റെ ഓരോ രഹസ്യം കുടികൊള്ളുന്നു. പ്രപഞ്ചം കുലുങ്ങുമ്പോഴെല്ലാം അതിന്റെ താളവും സന്തുലിതാവസ്ഥയും വീണ്ടെടുക്കുന്നത് ശേഷനാഗമാണ്. ഇതിലെ ഏറ്റവും വലിയ നിഗൂഢത ശ്രീ മഹാവിഷ്ണു അദ്ദേഹത്തിന്റെ മുകളിൽ ശയിക്കുന്നു എന്നതാണ്. ഇത് സൂചിപ്പിക്കുന്നത് ശേഷനാഗം വെറുമൊരു സർപ്പമല്ല, മറിച്ച് നിത്യതയുടെയും പ്രപഞ്ച ഊർജത്തിന്റെയും പ്രതീകമാണ് എന്നാണ്. പുരാണങ്ങൾ പറയുന്നത് മഹാപ്രളയം സംഭവിക്കുമ്പോൾ എല്ലാം ഇല്ലാതാകുമെങ്കിലും ശേഷനാഗവും മഹാവിഷ്ണുവും മാത്രം അവശേഷിക്കുമെന്നാണ്. നമ്മുടെ മനസ്സിൽ ഇപ്പോൾ ഉയരുന്ന ഏറ്റവും വലിയ ചോദ്യം ഇതാണ്: അനന്തശേഷനാഗം എന്ന് പറയുന്ന രൂപം യഥാർത്ഥത്തിൽ എവിടെയെങ്കിലും ഒരു ഭൗതിക രൂപത്തിൽ നിലനിൽക്കുന്നുണ്ടോ? അതോ ഇന്നും ഈ പ്രപഞ്ചത്തിലെ കോടാനുകോടി ഗാലക്സികളെയും നക്ഷത്രങ്ങളെയും നമ്മുടെ ഈ ഭൂമിയെയും അതിന്റെ കൃത്യമായ സ്ഥാനങ്ങളിൽ ചിതറിപ്പോകാതെ ഒന്നിച്ചു നിർത്തുന്ന ആ അദൃശ്യമായ കാലതീതമായ ശക്തിയുടെ ഒരു പ്രതീകം മാത്രമാണോ അദ്ദേഹം? ഇനി നിങ്ങൾ പറയൂ, ശേഷനാഗം എന്ന് പറയുന്ന ആ ഭീമാകാരമായ സർപ്പം യഥാർത്ഥത്തിൽ എവിടെയെങ്കിലും ഒരു ഭൗതിക രൂപത്തിൽ നിലനിൽക്കുന്നുണ്ടോ? ഓം നമോ ഭഗവതേ വാസുദേവായ.